കുറെ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്തിട്ടും ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നൊക്കെയാണ് ഇത് കേൾക്കുന്നത്. മഴത്തുള്ളി കേൾക്കും കുതിര കിസീണില്ലേ, അത് വെച്ചിട്ടാണ് കൂടുതൽ മിക്കവാറും എല്ലാവരും. പഠിച്ചവനെ എല്ലാവരും ഒരുപോലെ ആക്കില്ലല്ലോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോന്ന്. ഹസ്ബൻഡ് പറഞ്ഞത് ഹസ്ബൻഡിന് പറയട്ടെ. ഒരു ദിവസം എന്നെ പിടിച്ച് കാരണം ഞാനിങ്ങനെ വേറൊരു മെയിൽ ഐ ഡിയിൽ നിന്ന് കമന്റ് ഇട്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ എനിക്ക് ആരുമില്ല. കുട്ടികൾ അധികം അടുത്ത് വരില്ല കേട്ടോ. അങ്ങനെ ഒരു തോന്നൽ വന്നു. ശരിക്കും പറഞ്ഞ ഒരു ഒറ്റപ്പെടൽ. ഉദ്ദേശമുണ്ടോ? അത് വെച്ചാൽ ആ സമയത്ത് ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചുണ്ടായിരിക്കും പ്രശ്നം. നിന്നെ ഒരു നാള് ലോകം അംഗീകരിക്കാൻ. അല്ല, നീ എന്ത് വീഡിയോ ചെയ്യുന്നത്? സംഭവം അന്ന് പ്ലാസ്റ്റിക് സർജറി എന്താന്ന് പോലും അറിയില്ല. ഉപ്പാക്കും ഉമ്മാക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. മാനസികമാണോ ചോദിച്ചിട്ട് നിന്നെ കണ്ടു മാനസികമായിട്ട് തോന്നിട്ടുണ്ടോ? ഇത് എത്ര ആൾക്കാർക്ക് ഉണ്ട് ഇപ്പൊ? പ്രിയങ്ക ചോപ്ര, മറ്റേ ഐശ്വര്യ ലക്ഷ്മി, അതൊക്കെ മതി. തട്ടടാറില്ലല്ലോ, പഠിച്ചവന് പേടിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ രോഗം വരുന്നത്. ഞാൻ ഇങ്ങനെ തളർന്നു വരുമ്പോ സ്ട്രോങ് ആക്കുന്നത് നിന്നെ ഇഷ്ടാണ്, ഐ ലവ് യു. ഇപ്പൊ കുറെ പേര് ചോദിക്കും എന്തിനാ നിനക്ക് നാണോ ഇല്ലേ? അവര് കമന്റ് അടിക്കട്ടെ, അവരെ കമന്റ് നമുക്കൊരു പ്രചോദനമാണ്. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആരാണെന്ന് വെച്ചാൽ യൂട്യൂബറാണ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. നമുക്ക് കുറേ വെറൈറ്റി, നമ്മളൊന്നും കാണാത്ത കുറേ ഹാക്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ഡെയിലി ഇങ്ങനെ ഡിഫറെൻറ്റ് ഹാക്സ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം വ്യൂ ആൻഡ് മോ ഒഫീഷ്യൽ മുംതാസ്. വെൽക്കം ടു ദ ഷോ. ഓക്കെ, ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ബൈ ദ വേ. ഒരു പ്രീവിയസ് ഇന്റർവ്യൂയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്, എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതാരും കമൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാൻ കാണാറുണ്ട് ആക്ച്വലി കുറേ ഹാക്സ് ചെയ്യുന്നതും. പിന്നെ ഞാൻ മുടി വെട്ടി കമ്മലാക്കിയ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആക്ച്വലി യൂട്യൂബിലേക്കുള്ളൊരു സ്റ്റാർട്ടിങ് ജേർണി? യൂട്യൂബിലേക്ക് വരുന്നത് മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയതാണ്. അപ്പോൾ ഹസ്ബൻഡും ഞാനും കൂടെ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന്. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഫസ്റ്റ് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് യൂട്യൂബിൽ എങ്ങനെ ഇടണം, വീഡിയോസ് ഇടണം എന്നൊക്കെ അറിയാലോ. അപ്പം അതേപോലെ ചെയ്തു നോക്കി. ഫസ്റ്റ് ഒന്നും വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴോ ഏതോ ഒരു വീഡിയോ കയറി, അങ്ങനെ ക്ലിക്കായി. പിന്നെ മനസ്സിലായി ഇതിൽ കുറച്ച് ക്ലച്ച് പിടിക്കുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. തുടങ്ങുമ്പോൾ റവന്യൂ കിട്ടുമെന്നൊക്കെ അറിയായിരുന്നു. പിന്നെ കുറച്ചൊരു പോപ്പുലർ ആവാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ റവന്യൂ കിട്ടി തുടങ്ങിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഇത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എത്ര വീഡിയോസ് കഴിഞ്ഞപ്പോഴായിരുന്നു ആ ഒരു ഹൈപ്പ് വന്നത്? അത് തുടങ്ങി ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കയറിയത്. അത്ര വലുതായിട്ടൊന്നും കയറിയില്ല, എന്നാലും നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കൊരു 50K എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമല്ലേ. അതെ, അപ്പൊ 50K ഒക്കെ ആയപ്പോൾ സബ് കയറാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ എനിക്ക് തോന്നി നമുക്ക് എന്താ പറയാ, നമ്മളെ വ്യൂവേഴ്സിന് ഇഷ്ടമുള്ളത് ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ വീഡിയോസ് ആണ്. അങ്ങനെ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ കുറെ ഒരു മാസത്തേക്ക് ഫുൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു തോന്നുന്നു. അതിന് നമ്മൾ പുറത്തു പോവല്ലോ. അപ്പൊ പിന്നെ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് വീഡിയോ എടുത്തിട്ട് നമ്മളത് എഡിറ്റ് ചെയ്ത് ഇടുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയാ ഒച്ചയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ഇതായും തോന്നും. അങ്ങനെയാണ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഹാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷുകാർ ചെയ്യുന്ന ഹാക്സ് ഒക്കെ നമ്മൾ എടുത്ത് ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പുച്ഛമൊക്കെയാണ്. പക്ഷെങ്കിൽ അവർ ചെയ്യുന്ന കാണാൻ നല്ല രസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ വെറൈറ്റി ആയിട്ട് ഒരു രസമല്ലേ, നമ്മൾ ഒരു ഹാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കും എന്താ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരാകാംക്ഷ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഹാക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ ഹാക്കും അതേപോലെ ക്ലിക്കായി തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് സൈഡാക്കിയിട്ട് ഹാക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് ഹാക്സ് ആണ് പിന്നെ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഹാക്സ്, ആരും ചെയ്യാത്ത എന്താ പറയാ ഫേസ് പെയിന്റിങ്, അതേപോലെ ഇതുപോലെ മുടി കട്ട് ചെയ്തിട്ടുള്ള പരിപാടികൾ വെറൈറ്റി ആയിട്ട് ചെയ്യണം. ഇംഗ്ലീഷുകാരാകുമ്പോൾ ഫുൾ വെറൈറ്റി ആണ്. പക്ഷെ അവരെ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങി.
ഈ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇപ്പൊ കറന്റ്ലി കൂടുതൽ വൈറലായത് ഹാക്കുകൾ ചെയ്യുന്നതല്ലേ. അപ്പം എങ്ങനെ റെസ്പോൺസ് ഒക്കെ ഇപ്പൊ അവരുടെ ഓഡിയൻസ് അല്ലല്ലോ നമ്മുടെ ഓഡിയൻസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. എന്താ പറയുക, പലരും കണ്ടിട്ട് നിനക്ക് മാനസികമാണോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. കാരണം നമ്മൾ അവര് ചെയ്യുമ്പോൾ നമുക്കത് രസമായിട്ട് തോന്നിട്ട് നമ്മൾ അതുപോലെ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെങ്കിൽ നമ്മൾ അതെ ഫസ്റ്റ് ഒക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോരോ ഡിഫറൻസ് ആക്ട്സ് കാണുമ്പോൾ അവർ എനിക്ക് സെൻഡ് റീൽസ് ആയിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്ത് ഇതൊന്ന് ചെയ്ത് നോക്കോ താത്ത, ഇതൊന്ന് ചെയ്ത് നോക്കോ എന്ന് വെച്ചിട്ട് അവരിങ്ങോട്ട് ഇപ്പൊ ഇങ്ങോട്ട് അയക്കും. ഇതേപോലെ ട്രൈ ചെയ്തതാണ് ഞാൻ ആ മുടി വെട്ടിയത് കമ്മലാക്കിയതൊക്കെ. അതെനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് താത്ത ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ചെയ്ത് നോക്കാതെ വിചാരിച്ചതാണ്. അങ്ങനെ മുടി ഇവിടെ നിന്നായി പോയി വെട്ടിയത്. ഞാനത് അതെന്താ അറിയില്ല. അപ്പൊ എനിക്കത് ഓർമ്മയില്ല. ഞാൻ എന്തോ ഒരു ഇതില് പിന്നെ അതുമല്ലാണ്ട് ഞാൻ കൂടുതൽ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഹെയർ സെറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ പൊന്തി നിൽക്കുക, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നമ്മളെ ഇതില്ലേ ഈ സ്ലൈഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നി വേണ്ടിയിരുന്നു. ഇങ്ങനെ ചെയ്തതിൽ ഏതെങ്കിലും ഭയങ്കര അബദ്ധം പറ്റി ഒന്നും ചെയ്യാണ്ട് കൊളായി പോയെന്തെങ്കിലും ഹാക്സ് ഉണ്ടാവും? കൊളായത് എന്ന് പറയുമ്പോ അവര് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോ വർക്ക് ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ പിന്നെ അവര് ചെയ്യുന്ന പോലെ തന്നെ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അവരെങ്ങനെ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. ജസ്റ്റ് ഒരു 60 സെക്കൻഡ് വീഡിയോ അല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്ത് നോക്കും. പക്ഷെ ചിലതൊന്നും വർക്ക് ആവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. കുറെ പാളിപ്പോയ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് ശരിക്കും വർക്കാണ്. പക്ഷെ എനിക്ക് ഞാൻ തോന്നുന്നു കുറച്ച് കൂടുതൽ നേരം വെച്ചാൽ ശരിക്കും റെഡി ആവുമായിരിക്കും. മറ്റേ നമ്മളെ കുപ്പിന്റെ മൂടിയൊക്കെ വെച്ചിട്ട് ലിപ്പ് പ്ലം ആക്കാൻ വേണ്ടിയിട്ട് പ്ലംബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നേരം വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവായിരിക്കും. പക്ഷെ അത്ര നേരം വെക്കാനുള്ളത് ഓൾറെഡി ചുണ്ടിനെ പറ്റിയാണ്. അത് മാത്രമല്ല ഓൾറെഡി ചുണ്ടിനെ പറ്റിയാണ് എന്താ പറയാ കമന്റ് ഫുൾ വരുന്നത്. പിന്നെ എനിക്ക് തോന്നി വെറുതെ എന്തിനായിരുന്നു അങ്ങനെ. ഇല്ല അത് എന്നിട്ട് ഞാൻ അധികം നേരം വെച്ചില്ല. പക്ഷെ അത് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ആവും ചുണ്ട്. പിന്നെ അതേപോലെ ചിലര് ചെയ്യുന്ന കാണാം ഡിമ്പിൾ ഉണ്ടല്ലോ. ഡിമ്പിള് ഒരാൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ കുപ്പിന്റെ മൂടി എന്ന് വെച്ചിട്ട് ഇങ്ങനെ വായിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർക്ക് സെറ്റാട്ടോ. ഞാൻ ചെയ്തപ്പോ എന്താ പറയാ നമ്മൾ പല്ലൊക്കെ വേദന ആയി കഴിയുമ്പോ ഇങ്ങനെ വീങ്ങി വരില്ലേ, അതേപോലെ കുറെ എണ്ണം ഉണ്ട്. നമുക്ക് എല്ലാം സെറ്റ് ആയിക്കൊള്ളുന്നില്ല. ചിലത് മാത്രമേ റെഡി ആവും. അപ്പൊ നമ്മൾ പറയും ഓക്കെ ഇത് സെറ്റാണ്, ഇത് നിങ്ങൾക്കും ചെയ്ത് നോക്കാം. ഒരു രസമാണല്ലോ, ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കും ചെയ്ത് നോക്കാന്ന് പറയും. ചിലത് വർക്ക് ആവാണ്ടാവുമ്പോ നമ്മൾ പറയും ഇത് വേണ്ടിട്ടോ, ഇത് പാളി പോകുന്നൊക്കെ പറയും. ഇത് ഓക്കെയാണ് പറയും. ഇപ്പം ഹാക്കുകൾ ഇങ്ങനെ ഇട്ടിട്ട് അത് കണ്ടിട്ട് ഏതെങ്കിലും ഫോളോവേഴ്സ് അത് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? ചേച്ചി ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളായിരുന്നു? ഇത് ഞാനിവിടെ സൈഡ് ബാങ്ക്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു വെട്ടിയ സമയത്ത്. പിന്നെ ബാക്കിയുള്ള ഹെയർ സ്റ്റൈൽ എടുക്കുമ്പോൾ നമുക്ക് അത് അങ്ങോട്ട് സെറ്റ് ആവില്ല ചില സമയത്ത്. പക്ഷെ ആ ഒരു എന്താ പറയാ ബണ്ണൊക്കെ കെട്ടിയിട്ട് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മുടി ഈ ഭാഗത്തുനിന്ന് വെട്ടി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറെ പേര് പറഞ്ഞു നല്ല രസമുണ്ട്, ഞങ്ങൾ ചെയ്ത് നോക്കി സെറ്റാണ്. കുറെ ആൾക്കാർ പറഞ്ഞു ഇല്ല ഇത് റെഡി ആവണില്ല, ഇത് അത്ര ഭംഗിയില്ല, വൃത്തികേടാണെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ? ഹസ്ബൻഡ്? ഫാമിലിന്ന് മൊത്തത്തിൽ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ? അതെ അതെ കൂടുതൽ സപ്പോർട്ട് ഹസ്ബൻഡ്. പക്ഷെ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ആയി? 290K ആയിട്ടുണ്ട്. 300K ആവാനായിട്ടുണ്ട്. ഓക്കെ. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ഹാക്സ് തന്നെയാണ്. പിന്നെ നമ്മള് എന്താ പറയാ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മിനി വ്ളോഗ് ആണെങ്കിലും അതൊക്കെ ചെയ്യുന്നുണ്ട്. മിനി വ്ളോഗ്, ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ആദ്യമൊക്കെ മേക്കപ്പ് വീഡിയോ ആയിരുന്നു ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി ബ്യൂട്ടി വ്ളോഗ് അങ്ങോട്ട് ക്ലിക്ക് ആവാൻ ടൈം എടുക്കും. കാരണം അത് എന്താ പറയാ ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടാവും. എല്ലാവരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത. പിന്നെ ഞാനാണെങ്കിൽ എത്ര സർട്ടിഫൈഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമില്ല. ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല. അതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വേറെ ഉണ്ടല്ലോ. നമ്മൾ അസ്വി ചേച്ചിക്ക് ഇപ്പൊ കുറെ ആയിട്ടുണ്ടല്ലോ തുടങ്ങിയിട്ട്. അപ്പൊ അവരെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഞാൻ ജസ്റ്റ് അതവിടെ വെച്ചിട്ട് ഹാക്സിലേക്ക് അങ്ങോട്ട്. ഇപ്പൊ ഒരുപാട് രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം റീസെന്റ് വേറൊരു ഷോയിൽ പോയി സംസാരിച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പം ആക്ച്വലി കുറെ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്തിട്ടും ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു? ഫസ്റ്റ് തന്നെ നമ്മള് ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നൊക്കെയാണ് ഇത് കേൾക്കുന്നത്. വലിയ ചുണ്ട്, പക്ഷെ വലിയ ചുണ്ട് ഇപ്പോഴത്തെ ഫാഷൻ. അതെ അത് അപ്പൊ ചുണ്ടുള്ള ആൾക്കാർക്ക് ഇൻജെക്ട് ചെയ്ത് വലുതാക്കാൻ വേണ്ടിട്ട്. അതെ അത് ശരിയാണ്. പക്ഷെങ്കിൽ അതിന്റെ ആവശ്യം എനിക്കിപ്പില്ല. ഇല്ല. ഓക്കെ നന്നായില്ലേ? അതെ അതെ അല്ല എനിക്കിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അവരിങ്ങനെ കളിയാക്കി നമ്മൾ വിചാരിക്കില്ലേ
അല്ലോ അതെന്താ അങ്ങനെ, ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അല്ലല്ലോ. അപ്പൊ അവര് മെയിനായിട്ട് തന്നെ പറഞ്ഞുകൊടുക്കുന്നത്. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും ഇപ്പൊ യൂട്യൂബിൽ തന്നെ ആണെങ്കിലും കമന്റ്സ് ഫുൾ അതാണ്. നമ്മളെ കൊച്ചൻ ഹനീഫന്റെ പടമില്ലേ, മഴത്തുള്ളി കിൽക്കും കുതിര കിസീണില്ലേ, അത് വെച്ചിട്ടാണ് കൂടുതൽ മിക്കവാറും എല്ലാവരും കമന്റ്സിലൊക്കെ കൂടുതൽ അങ്ങനെ കൊച്ചൻ ഹനീഫനെ കുതിര മുമ്പ് വെച്ച പോലെ ഉണ്ടല്ലോ എന്നാ പറയാറ്. ഈ അടുത്തായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ, ലിപ്സ്റ്റിക് ആഗ് ആണ്. അപ്പൊ എനിക്കറിയാം ഇത് എന്തായാലും മിക്കവാറും ഇത് തന്നെ ആയിരിക്കും വരിക എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ആ ഒരു സീൻ ഉണ്ടല്ലോ, ആ സീൻ ഞാൻ എന്റെ വീഡിയോയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നിങ്ങൾ പറയാൻ പോകുന്നത് ഇതായിരിക്കും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് പറയുന്നു. എനിക്ക് തോന്നി ആ ഒരു ഹാക്ക് ചെയ്തപ്പോ ശരിക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മള് ഒരു ചൈനക്കാര് ചേച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ചുണ്ടിങ്ങനെ അടച്ചു വെച്ചിട്ട് ലൈൻ ചെയ്തിട്ട് അതിന് ശേഷം ലിപ്സ്റ്റിക് ഇടാം. അപ്പൊ എങ്ങനെയുണ്ടാവും, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോ എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത്. അപ്പൊ എങ്ങനെയുണ്ടാവും, ഓൾറെഡി ചുണ്ട് കുറച്ച് വലിയ ചുണ്ടാണ്. അപ്പൊ അതുകൂടെ ചെയ്തപ്പം ഭയങ്കര വലുതായി. അപ്പൊ എനിക്കും തോന്നി ഇത് തന്നെയായിരിക്കും മിക്കവാറും. പക്ഷെ ഒരു ഫണ്ണായിട്ട് എല്ലാരും ഒന്ന് ചിരിപ്പിക്കാനുള്ള രീതിയിൽ ചെയ്യണം. പക്ഷെ ഇവര് കുറെ പേര് ഭയങ്കര സീരിയസ് ആക്കിയിട്ട് ഭയങ്കരമായിട്ട് ചില ഇവരെന്തിന് ഇത്ര കാര്യമാക്കണേ, നമ്മളൊരു കോമഡി എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്, ഒരു ഫണ്ണായിട്ട് ചെയ്യണതാണ്. പക്ഷെ ചിലരങ്ങനെയല്ല, ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തിക്കളയും. പക്ഷെ ഇപ്പൊ അതൊന്നും എനിക്ക് വിഷയമല്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിൽ അത് തന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ അതിൽ അത്ര കമന്റ് അതില്ല, ആ ഒരു കമന്റ് ഇല്ലായിരുന്നു അതിൽ. പിന്നെ എന്നാലും ഉണ്ടായിരുന്നു ഹനുമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ. അതൊരു 12 മില്യണോ അങ്ങനെ എന്തോ ആയി. ഹിന്ദിക്കാരൊക്കെ കാണാൻ തുടങ്ങിയപ്പോ അവരൊക്കെ ഹനുമാൻജി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഹിന്ദിക്കാരൊക്കെ കൂടി വീട്ടിലേക്ക് വരൂട്ടോ, പിടിച്ച് കൊണ്ടുപോയിട്ട് കുട്ടീനെ. ഞാൻ അതിൽ കേട്ടായിരുന്നു സ്കൂൾ മുതലേ ഇങ്ങനെ പറയും. പക്ഷെ ടു ബി ഹോണസ്റ്റ് ഇവിടെ വന്നിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അല്ല ഇപ്പോഴാണെങ്കിൽ വലിയതുണ്ടോ അല്ല ഇപ്പോഴാണെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഇപ്പൊ ഉള്ള നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ആദ്യം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ കേൾക്കുന്നത് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതങ്ങനെ പറയണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് കുറവുകൾ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ അതങ്ങനെയാണ്, ആ കാര്യമാക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കാണ് ഞാനിവിടെ സംസാരിച്ചത്. അല്ലാണ്ട് അത് വലിയ പ്രശ്നമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ സംസാരിച്ചത്. പഠിച്ചവനെ എല്ലാവരും ഒരുപോലെ ആക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ മതി. അത് അങ്ങനെ തന്നെ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതെന്നെ പറയാൻ ഉദ്ദേശിച്ചതും നമ്മളെ കുറവുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം ചെയ്യണം എന്നൊക്കെ ഉണ്ടാവല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ അതെ അവരെന്തൊക്കെ പറയും, നാട്ടുകാരൊക്കെ എന്തൊക്കെ പറയും എന്നുള്ള അല്ല ഒരു വിചാരം. അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ. എനിക്ക് ആദ്യമൊക്കെ ലിപ്പില് ഹാക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാല് കമന്റ്സ് അങ്ങനെയായിരുന്നു. ഇതന്നെ ഉണ്ടാവുള്ളൂ, കമന്റ്സ് വേറൊന്നും ഉണ്ടാവില്ല, നല്ലതൊന്നും ഇല്ലായിരുന്നു ആദ്യം തുടക്കം. ഇപ്പോഴാണ് കുറച്ചുകൂടെ നല്ലതൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ലിപ്പിൽ ഭയങ്കര ഹാക്ക് ചെയ്യാൻ ഭയങ്കര എന്തോ നെഗറ്റീവ് ആവണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ ഫുൾ ലിപ്പിലാണ് ചെയ്യുന്നത്. നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞ സാധനം തന്നെ പോസിറ്റീവ് ആക്കി മാറ്റി. അതെ പോസിറ്റീവ് ആക്കി മാറ്റി. ഇപ്പൊ കുറെ ഞാൻ ചില കമന്റ്സ് ഒക്കെ കണ്ടു, പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ ശരിയാവും അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല അത് വെച്ചാൽ ആ സമയത്ത് ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് സർജറി സംഭവം. അന്ന് പ്ലാസ്റ്റിക് സർജറി എന്താന്ന് പോലും അറിയില്ല. എന്നാലും പറയുന്നവരെ കേൾക്കാലോ, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നടിമാരൊക്കെ മാറ്റിയതൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കില്ല. ഓക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തൊക്കെ റെഡി ആവുമായിരിക്കും. അപ്പൊ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ നെഗറ്റീവ് കമന്റ്സും ആ ഒരു സാധനം കൊണ്ട് നമ്മൾ യൂസ്ഡ് ആയി, നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷെ ആദ്യ കാലങ്ങളിൽ ഇത് കാണുമ്പോൾ ആ ഒരു എങ്ങനെയായിരുന്നു അത് എടുത്തിരുന്നത്? അത് നമ്മളിപ്പോ കുറെ ആയിട്ട് കേട്ടില്ല. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് വീണ്ടും അതിങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോന്ന്. ഹസ്ബൻഡ് പറഞ്ഞത് ഹസ്ബൻഡിന് പറയട്ടെ, അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഞാൻ അങ്ങനെ പറയും ഇവരെന്താ ഇങ്ങനെ പറയുന്നേ, അതെന്തിനാ അങ്ങനെ പറയണേ, എല്ലാവർക്കും കുറവുകൾ ഉണ്ടാവുമല്ലോ, എന്തിനാ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഹസ്ബൻഡ് പറയും ഈ എന്നെ തളർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്, ഞാൻ ഒന്നും മൈൻഡ് ആക്കണ്ട, കമൻറ്റേ നീ നോക്കണം. എന്നോട് ഇടയ്ക്ക് പറയും നീ കമൻറ്റ് ഓഫ് ചെയ്തിട്ടാളാ, അത് കാണുമ്പോഴാണല്ലോ നിനക്ക് ഇങ്ങനെ ഒരു പ്രയാസം തോന്നുന്നത്, കമൻറ്റ് ഓഫ് ചെയ്തിട്ടാളാ, അപ്പോൾ അത് കാണണ്ടല്ലോ. അപ്പം ഞാൻ പറയും ഇല്ല കമൻറ്റ് ഓഫ് ചെയ്തിട്ട് അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാം വേണ്ട കമൻറ്റ് അങ്ങനെ ഞാൻ ഇങ്ങനെ തളർന്ന് വരുമ്പോൾ സ്ട്രോങ് ആക്കുന്നത് എൻ്റെ ഹസ്ബൻഡ്.
വരാതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഉയരത്തിലേക്ക് വരുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ നമ്മൾ കുറച്ച് കയറി വരുന്നവരെ അതുണ്ടാവും. അത് കയറിയാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഹസ്ബൻഡ്. ആക്ച്വലി നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് വന്നാലേ നമ്മൾ റീച്ച് ആവുള്ളൂ എന്നാണ് ഇപ്പൊ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഒരു പഴഞ്ചൊല്ലി. കാരണം എന്താ അറിയോ, ഇപ്പൊ വീഡിയോസ് കാണുന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ ഒരു വീഡിയോ ഉണ്ട്, ഓക്കെ കമന്റ് എന്തായിരിക്കും നോക്കാനാ എല്ലാവരും കൂടി. അപ്പോ കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ അവരും അതിൽ കമന്റ് ചെയ്യും. നമ്മള് റീച്ച് കൂടാണ് ശരിക്കും. വീഡിയോ അവർ ഫുൾ ആയിട്ട് കാണൂല. അവരെന്തൊക്കെ നെഗറ്റീവ്, ചില ആൾക്കാർ മാത്രമേ ഫുൾ ആയിട്ട് കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടാവും. ചില ആൾക്കാർ പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് കമന്റ് ബോക്സ് നോക്കാൻ നോക്കും. അപ്പൊ എത്ര നെഗറ്റീവ് ഉണ്ട്, ആഹാ കൊള്ളാലോ എന്ന് വായിക്കും. ഒരു പണിയില്ല. നല്ല കമന്റ്സ് ആണെങ്കിലുണ്ടല്ലോ അവർ നോക്കൂല. കൂടുതൽ അങ്ങനെ തന്നെയാ. നെഗറ്റീവ് കമന്റ്സ് എന്നിട്ട് അവർ പറയും ആഹാ എന്ത് രസാ കമന്റ്. അതെ അങ്ങനെ തന്നെ ഉണ്ടാവുക. ഞാൻ ഇത് പറയാൻ വന്നതാണ്. പിന്നെ ഈ അടുത്തായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയി കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. നിന്നെ ഒരു നാള് ലോകം അംഗീകരിക്കുക, അന്ന് ലോകം അതെ അതൊക്കെ ഉള്ള അങ്ങനത്തെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ട്രെൻഡിങ് ആയിട്ടില്ലല്ലോ കമന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ മറ്റേതാ ട്രെൻഡ്, ഇടിയപ്പത്തിന് ബന്ധപ്പെടുക അങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ചില കമന്റ് ബോക്സ് ഒക്കെ രസമാണ് വായിക്കാൻ. അതെ അത് നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാരും പിന്നെ നമ്മളെ മുതിർന്ന ആൾക്കാരൊക്കെ ഈ കമന്റ് ചെയ്യണത് അതൊക്കെ ചിന്തിച്ചാൽ മതി ശരിക്കും. അത് അവരെ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരങ്ങനെ പറയുമോ? ഒരിക്കലും ഇല്ല. ഇതിങ്ങനെ കാണുമ്പോൾ കുശുമ്പുകൊണ്ട് അതുകൊണ്ട് ചെയ്യണതാണ്. ചില ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതെ, അപ്പൊ അവര് എനിക്ക് പറ്റില്ലല്ലോ ഇവളും അങ്ങനെ, അവർക്ക് കുറച്ച് കമന്റ് നെഗറ്റീവായിട്ട് കൊടുക്കാം, അപ്പോൾ തളർന്നോളൂ അവിടെ ഇരുന്നോളൂ എന്നുള്ള ചിന്തയാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കണില്ല അതാണ് നമ്മളെ വളർത്തണെന്നുള്ളത്. ഫാമിലിന്നൊക്കെ വരുമ്പോഴേ ഈ ഒരു സോഷ്യൽ മീഡിയ, ഈ ഒരു യൂട്യൂബ്, ആ ഒരു ഫെയിമിലേക്ക് വരുമ്പോൾ ഒരു ആദ്യമൊക്കെ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദ്യം മുതലേ അവർ സപ്പോർട്ട് ആയിരുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഉപ്പാക്കും ഉമ്മാക്കും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് എന്റെ ഉപ്പാക്കും. അപ്പൊ വൈറലായപ്പോഴാണ് ഓരോരുത്തർ പറഞ്ഞറിയുന്നത് മോള് യൂട്യൂബിലുണ്ടല്ലോ. ഒരാണ് വീട്ടിൽ പോയി ഉപ്പനോട് വന്ന് നീ എന്ത് വീഡിയോ ചെയ്യണത്? കാരണം ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, നല്ല രീതിയിലല്ല പറയണേ. ഓ നിങ്ങളെ മോള് യൂട്യൂബിലുണ്ടല്ലോ, എന്താണ് ഓള് വീഡിയോ ഒക്കെ ചെയ്യുന്നത്, ആ രീതിയിൽ ഒരു പറയുന്നത്. അപ്പൊ ഉപ്പ കണ്ടിട്ടില്ല. ഉപ്പനോട് വന്ന് ചോദിച്ചു, അല്ല നീ എന്ത് വീഡിയോ ചെയ്യുന്നത്, എന്നോട് ഇങ്ങനെ ഇവരൊക്കെ പറയണ്ടല്ലോ ഈ എന്ത് വീഡിയോ? അപ്പൊ ഞാൻ ഉപ്പക്ക് അറിയില്ല, മറ്റുള്ളവർ പറഞ്ഞുള്ളതിൽ വന്ന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഉപ്പ വിചാരിക്കുന്ന പോലത്തെ വീഡിയോസ് ഒന്നുമല്ല, അവർ പറഞ്ഞ പോലത്തെ വീഡിയോസ് അല്ല, ഉപ്പ കണ്ടു നോക്കുന്നതാണ്. അങ്ങനെയാണ് ഉപ്പ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അറിയുന്നത്. അപ്പോൾ അത് കാണിച്ചെടുത്തപ്പോൾ ഉപ്പ ഇതാണോ, ഇതിനാണോ ഇവരിങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞാൽ അവരങ്ങനെയാണ്. കാരണം ആരും രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെടാനേ പാടില്ല. നമ്മൾ എത്രത്തോളം എന്താ പറയാ കഷ്ടപ്പെടുന്നോ അത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത് കാണാൻ. നമ്മൾ നല്ലത് വന്നാൽ ആരും ഉണ്ടാവില്ല പറയാം. പക്ഷെ നമ്മൾ ഒരു കഷ്ടപ്പാട് വന്നാൽ പറഞ്ഞു നടക്കാൻ ഇഷ്ടമല്ല ആൾക്കാരുണ്ടോ? അനുഭവമാണ്. 100 ആൾക്കാരായിരിക്കും അത് പറയാൻ. അതെ, അത് പറയാൻ 100 ആൾക്കാരുണ്ട്. പക്ഷെ നല്ല ഒരാളെങ്കിലും പറഞ്ഞ വലിയ കാര്യം. ഇപ്പോൾ ഇൻഫ്ലുവൻസറും യൂട്യൂബറൊക്കെയാണ്, പക്ഷെ എന്നാൽ പോലും പല ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിലും ആ ഒരു ഗ്യാങ്സിലൊന്നും കാണാറില്ല. നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാനിപ്പോ യൂട്യൂബ് ചാനൽ 3 ലക്ഷം ഫോളോവേഴ്സ് 1.5 വർഷം ആവുന്നതേ ഉള്ളൂ. അതും ഈ ഒരു സബ്ബൊക്കെ കൂടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. നമുക്ക് തുടക്കത്തിലേ അങ്ങനെ സബ്ബൊന്നും ഇല്ല, അത്ര പെട്ടെന്ന് ക്ലച്ച് പിടിച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഒരു 5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സബ്ബൊക്കെ ഇങ്ങനെ കയറി തുടങ്ങുന്നത്. മറ്റേത് ഒരു സബ്ബൊക്കെ ഒരു ദിവസം കയറുള്ളൂ. പിന്നെയാണ് കയറി വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന പോലത്തെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഓക്കെ ആർക്കത് ഫണ്ണായിട്ട് തോന്നിയപ്പോൾ രസമായിട്ട് തോന്നിയപ്പോൾ ഇവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോഴാണ് എനിക്ക് സബ് കയറി തുടങ്ങിയത് ശരിക്കും പറയുകയാണെങ്കിൽ. പുറത്തിറങ്ങുമ്പോ ഇപ്പൊ എങ്ങനെ ഫാൻസ് ഒക്കെ കുട്ടി ഫ്രണ്ട്സ് അല്ല കുട്ടി ഫാൻസ് ആട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറയലുണ്ട് ലൈഫ് ലോങ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ്. വളർന്നു വരുന്നവരെ നമ്മളെ സംഭവിക്കുമല്ലോ. അപ്പൊ പറയാം അതാ നല്ലത്, അതാകുമ്പോ അവര് അത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവില്ല. വലിയ ആൾക്കാര് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവ് തന്നെ. ചെറിയ കുട്ടികൾ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ താത്ത ഞാൻ വീഡിയോ കാണുന്നുണ്ട് നല്ല രസമാണെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് രസം. നമ്മള് വലിയ സംഭവമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല, അവർക്ക് ഉപകാരപ്പെടുമോന്ന് പോലും അറിയില്ല. എന്നാലും ഒരു ജസ്റ്റ് ഒരു ഫണ്ട്, അത് കാണുമ്പോൾ അത് കൊള്ളാലോ രസമായിക്കണല്ലോ എന്ന് തോന്നാനുള്ള രീതിയിലാണ് ചെയ്യണതൊക്കെ. ഞാൻ കുറച്ചൊരു അങ്ങനെ ആരും ചെയ്യില്ല എന്നല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതലും ചെയ്യാറ്. എല്ലാ വെറൈറ്റീസാ. ഞാൻ പല വീഡിയോസും കാണാൻ തന്നെ എനിക്ക് വരാറുണ്ട് റെക്കമെൻഡേഷനിലൊക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടിയാണ് വരുന്നത്, എനിക്കറിയാം ഞാൻ കാണാറുണ്ട് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ സാധാരണ നമ്മൾ ഇന്റർവ്യൂക്ക് വരുമ്പോ ചില ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുമല്ലോ പ്രൊഫൈല്, മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ അവർ ചെയ്തേക്കുന്നതെന്നൊക്കെ.
ഇവിടെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോ തന്നെ മറ്റേ മുടിയുടെ വീഡിയോ ഒക്കെ എനിക്ക് നല്ല പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതാ. പെട്ടെന്ന് ആൾക്കാർക്ക് അതാണ് അത് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ ഫണ്ണാണ്, എന്നാലും വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ഒരു രസമായിട്ട്. നമുക്ക് ഉപകാരല്ലേ. അതെ അതെ അതെ. ഏറ്റവും വലിയ സപ്പോർട്ട് ഹസ്ബൻഡാന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ആ ഹസ്ബൻഡ് നമ്മുടെ ലൈഫിലേക്ക് വന്നത് വളരെ നല്ലൊരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയിലൂടെയാണ്. അപ്പൊ അത് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് ഹസ്ബൻഡിനെയും കൂടി ഒന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ മുംതാസിന്റെ മൊഞ്ചൻ വന്നിട്ടുണ്ട്. ഉസ്മാൻ അല്ലേ? ശരിക്കും പേര് ഉസ്മാൻ അല്ലല്ലോ? ശരിക്കും പേര് ഉസ്മാൻ എന്നല്ല, വ്യൂവിൻ എന്നാണ്. പക്ഷെ യൂട്യൂബില് ഇപ്പൊ മെയിൻ ആയിട്ട് ആൾക്കാർക്ക് അറിയണമെങ്കിൽ ഉസ്മാൻ എന്ന് പറയണം, ഉസ്മു അങ്ങനെയൊക്കെ. മുംതാസിന്റെ ഉസ്മാൻ ഭയങ്കര സപ്പോർട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. ഓൾറെഡി ആള് പറഞ്ഞു, പല വീഡിയോസിലും വരാറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇപ്പൊ ഇതേപോലത്തെ കമന്റ്സും ബോഡി ഷേമിങ് വരുമ്പോൾ ആസ് എ ഹസ്ബൻഡ് അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ റിപ്ലൈ കൊടുക്കുക? എനിക്ക് അത് ആദ്യം അറിയണ്ടേ. അത് വെച്ചാല് ഇപ്പം എല്ലാവരും വായി നമുക്ക് അടപ്പിക്കാൻ പറ്റൂല. അപ്പം ഞാൻ അവളോട് പറയലുണ്ട്, കാരണം അതൊന്നും കാര്യമാക്കണ്ട, കാരണം കാര്യമാക്കിയിട്ട് കാര്യമില്ല. പറയുന്നവരിങ്ങനെ പറഞ്ഞു അവർക്ക് ലാഭമൊന്നുമില്ല, പക്ഷെ ഓര് നമ്മളെ പ്രൊമോട്ട് ചെയ്യാണ്. അതായത് എത്രത്തോളം ഡിഗ്രേഡ് ചെയ്യണോ അതിനനുസരിച്ച് നമ്മൾ പൊന്തി വരും. അപ്പം ഞാൻ അവളോട് പറയും അത് കാര്യമാക്കണ്ട. പിന്നെ ഞാൻ റിപ്ലൈ കൊടുക്കണേ, ഞാൻ പറയും റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഡബിൾ റിപ്ലൈ വരും, പിന്നെ ചർച്ചയാവും. പിന്നെ അതെല്ലാം ഓർക്കൊരു ഹൈപ്പ് കിട്ടും. അതായത് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഹൈപ്പ് കിട്ടും. അതായത് നമ്മളെ കമൻറ്റ് ഇങ്ങനെ ഇതായിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ. അപ്പം ഞാൻ പറയും അത് വേണ്ട, ഒഴിവായിക്കണം. ഞാൻ മാക്സിമം ഞാൻ പറയല് കമൻറ്റ് ബോക്സ് ഓഫ് ആയിക്കണം. കാരണം ഒരു കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ചെറിയൊരു പൊടിക്ക് കമന്റ് കിട്ടിയാൽ അപ്പോൾ അവള് ഡൗൺ ആവും. ഒറ്റ കമന്റ് കിട്ടിയാൽ മതി, ഭയങ്കര ഡൗൺ ആവുന്ന ആളാ. അതായത് തുടക്ക സമയത്തൊക്കെ മാനസികമാണോ ചോദിച്ചിട്ട് നിന്നെ കണ്ടു മാനസികമായിട്ട് തോന്നിട്ടുണ്ടോ, എന്നെ കണ്ടെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ തന്നെ അവിടെ ഇരുന്ന് കാര്യം അങ്ങനത്തെ സീനൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയും അതൊന്നും കാര്യമാക്കണ്ട, എന്തിനാ വെറുതെ ഈ കമന്റ് ഓഫ് ആയിക്കാം. അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഓഫ് ആയിക്കാം. അപ്പൊ അത് പറ്റൂല, കമന്റ് ഓഫ് ആക്കുന്ന പരിപാടിയില്ല. കാരണം നമുക്ക് കമന്റ് എന്താണ് ഇവര് പറയുന്നത് എന്നുള്ളത് തിരിച്ച് അറിയണം. ഞാനൊന്നും പറയില്ല കേട്ടോ, ചില കമന്റ് ഉണ്ടോ പറയാം ഞാൻ റിപ്ലൈ കൊടുക്കണം. ഞാൻ എന്നിട്ട് എന്താക്കും, ഞാൻ വേറെ ഏതെങ്കിലും മെയിൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ റിപ്ലൈ കൊടുക്കും. കാരണം ഇവള് പറയും എന്നോട് കൊടുക്കണ്ട അറിയും. അപ്പം ഇവള് പറയും ഒരു ദിവസം എന്നെ പിടിച്ച് കാരണം ഞാനിങ്ങനെ വേറൊരു മെയിൽ ഐ ഡിയിൽ നിന്ന് കമന്റ് ഇട്ടു. അതായത് ഇവർക്ക് ഒരു ബാഡ് കമന്റ് വന്നപ്പം ഞാൻ എന്തോ നല്ല ഇതാക്കിട്ട് പറഞ്ഞു, നമ്മളെ രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ആ രീതിയിൽ. അപ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് ഞാൻ ഒന്നും വേണ്ടിയില്ല. പിന്നെ ഞാൻ ഒരു ദിവസം രാത്രിയാണ് ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ആള് ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാണ്. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോ നിങ്ങളാണ് ഈ കമന്റ് ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ഞാനൊരു പേരും കൊടുത്തേക്കണ്. അപ്പം ആ പേര് അപ്പൊ ആ പേര് പിന്നെ നോക്കലേ ഇല്ല, കമന്റ് ഫുള്ള് ഒഴിവാക്കി. ചില നെഗറ്റീവ് കമന്റ്സിന് ഞാൻ ഒന്നും പറയില്ല, ജസ്റ്റ് ഇങ്ങനെ ചിരിക്കുന്ന ഇമോജി ഇട്ട് കൊടുക്കും. അങ്ങനെ പൊട്ടിച്ചിരിച്ചിങ്ങനെ വായ തോർന്ന് ചിരിക്കുന്ന ഇമോജി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കും. വേറൊരാളെ കമന്റ് ഇട്ടിട്ട് അതില് ലൈക്ക് വരുമല്ലോ, അതില് മറ്റേ ഒരു വികാരം കൊള്ളുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മള് എന്തെങ്കിലും ബാഡ് കമന്റ് ഇടും, അപ്പൊ അതിലൊരു ലൈക്കിന്റെ ബട്ടൺ ഉണ്ടാവില്ലേ, ആ ബട്ടണിൽ എത്ര ലൈക്ക് കയറുന്നുണ്ട് നോക്കണ ആൾക്കാരുണ്ട്. അതിപ്പോ എന്റെ ഫ്രണ്ട്സിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. അതായത് ഇവര് കമന്റ് ഇടും, എന്റെ വീഡിയോന് കമന്റ് ഇട്ടപ്പോ എനിക്ക് 100, 120 ലൈക്ക് 1000 ലൈക്ക് കയറിയിട്ടുണ്ട് എന്നറിയും. അപ്പൊ ഓനൊരു ചെറിയൊരു ഓന്റെ ഇതെടുത്ത് നോക്കുമല്ലോ, പ്രൊഫൈൽ എടുത്ത് നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ചുണ്ട് വലുതാണോന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോ ഹസ്ബൻഡ് ഒരു മറുപടി പറഞ്ഞു. എന്തായിരുന്നു ആ മറുപടി? അത് നമ്മള് പ്രേമിച്ച കാലത്ത്, അപ്പൊ ആ സമയത്തൊക്കെ അമലാപോളൊക്കെ വന്ന ടൈമാ. ഒരു മറ്റേ ആര്യയുടെ പടത്തിലൊക്കെ നല്ല ക്ലിക്കായ ടൈം. അപ്പൊ ഞാനിങ്ങനെ അപ്പോഴാണ് ഞങ്ങൾ ഏകദേശം ഒന്ന് ആയത്, സെറ്റായപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ അമലാപോളിന് ഒരു ചെറിയ കട്ടുണ്ട്. അതായത് ഈ ഭാഗത്ത് അമലാപോളിന് കുറച്ചൊരു വലിയ ചുണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ട് എന്നാണ്. പ്രിയങ്ക ചോപ്ര വീഡിയോ ചെയ്തപ്പോ അതിലും വന്നു പ്രിയങ്ക ചോപ്ര, ദീപിക, അവർക്കൊക്കെ ഏകദേശം ഒരു ഇവിടം വരെയാണല്ലോ ആ ചിഹ്നം. എനിക്ക് ഒരു വീഡിയോയിൽ ഇങ്ങനെ പ്രിയങ്ക ചോപ്ര ഫേസ് കട്ട് ഉണ്ട് കേട്ടോ, അതാണ് ദീപിക ആരെയും ഓർമ്മയില്ല. പക്ഷെ ഈ ഒരു കമന്റ് എനിക്ക് ഒരു വീഡിയോയിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ വന്നു. ഇവിടെ ഒരു എന്തോ ഒരു പുള്ളി ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തില്ലേനോ, അതിലാണ് ആ കമന്റ് വന്നത് പ്രിയങ്ക ചോപ്രയുടെ ഒരു ലിപ്പിന്റെ ഈ ഭാഗം. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കമന്റ് ഒക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇത് എത്ര ആൾക്കാർക്ക് ഉണ്ട് ഇപ്പൊ, മറ്റേ ഐശ്വര്യലക്ഷ്മി അതൊക്കെ മതി. ശരി, ഐശ്വര്യലക്ഷ്മിക്കൊക്കെ ഏകദേശം ഇതേമാതിരിയാണ്.
നമ്മള് ചെക്കന്മാരെ അങ്ങനെയാണല്ലോ, നമ്മളെല്ലാരും പെട്ടെന്ന് അപ്പൊ എങ്ങനെ ഇപ്പൊ ലവ് സ്റ്റോറിയാന്നറിയാം, അപ്പൊ എത്ര നാള് പ്രേമിച്ചു, എങ്ങനെയായിരുന്നു ആ പ്രേമത്തിലേക്ക് എത്തിയത്? പ്രേമത്തിലേക്ക് എത്തിയതൊക്കെ ഒരു 5 ഇയറോളം പ്രേമിച്ചിട്ടുണ്ട്. 5 വർഷം. അത് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു അവള്. അപ്പം അങ്ങനെ ഒരു ദിവസം അങ്ങനെ ചാറ്റ് ചെയ്ത് മീറ്റ് ചെയ്യാൻ പോയപ്പം അങ്ങനെ കണ്ടപ്പം സാധാ എല്ലാരും കാണുന്ന പിന്നെ ഹായ് ഹലോ, പിന്നെ നമ്മള് പരിചയപ്പെട്ടു. പിന്നെ അവളോട് ചോദിച്ചു കുട്ടി എങ്ങനെയാ, സിംഗിൾ ആണോ അങ്ങനെ അങ്ങനെന്നൊക്കെ ചോദിച്ചു. പിന്നെ നമ്പർ പിന്നെ അതിനുശേഷം പിന്നെ 3 മാസത്തോളം കണ്ടിട്ടൊന്നുമില്ല, വെറും ഇതിലുള്ള കോണ്ടാക്ട് മാത്രം, ചാറ്റിങ് മാത്രം ആയിട്ട്. പിന്നെ ഒരു നട്ടപ്പാതിരൊക്കെയാണ് ഒരു 3 മണി 4 മണി സമയത്തൊക്കെ ചാറ്റ് ചെയ്തിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പം സമയം നോക്കുമ്പോ അങ്ങനെ ഞാൻ കൊറേ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഇതുവരെ ആരോടത്തും അങ്ങോട്ട് പോയി പറഞ്ഞിട്ടില്ല. അതായത് ആരെങ്കിലും ക്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയല്ലാതെ ഞാൻ അങ്ങോട്ട്, എനിക്ക് മടിയാണ്, ചമ്മലാണ്, പറയാൻ മടിയാണ്. കുട്ടികൾ കുറെ എണ്ണം ഒന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സെറ്റാവാത്ത കാരണം നമുക്ക് അറിയാം. അത് ഓരോരുത്തരുടെ സ്വഭാവം വ്യത്യസ്തമാണല്ലോ. അത് നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവും, പക്ഷെ നമ്മള് നല്ല രീതിയിൽ സെറ്റ് ആയി. കാരണം രണ്ടാളും സ്വഭാവം ഒരേ മാതിരിയാണ്. 3 മണിയൊക്കെ ആയപ്പം ഇങ്ങനെ ഇവളിങ്ങോട്ട് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെ ബാഡ് അടിക്കരുത്, അപ്പം ഫ്രണ്ട്ഷിപ്പ് കട്ടാവരുത്. അത് കാരണം കട്ട ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുന്നു 3 മാസത്തില്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഞാനത് പറയാ, എങ്ങനെയാ ഞാനത് പറയാന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുക. ഇവളിങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഇവള് ഇത്ര പെട്ടെന്നോ? അത് ഞാനല്ലേ, ഞാൻ ഓക്കെ പ്രപ്പോസ് ചെയ്ത് അപ്പൊ തന്നെ റിപ്ലൈ സംഭവം. ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് എങ്ങനെയാ, എന്ത് പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു? അങ്ങനത്തെ വലിയ ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു, ഐ ലവ് യു പറഞ്ഞു. അപ്പൊ തന്നെ ഐ ലവ് യു തിരിച്ചു സ്പോട്ടിൽ ഐ ലവ് യു പറഞ്ഞു. കാരണം ഞാൻ വെയിറ്റ് ചെയ്തിക്കല്ലേ. അപ്പൊ ഞാൻ അതെങ്ങനെയാ പറയാന്നുള്ളത്, കാരണം ഉപ്പക്ക് ഇഷ്ടമാണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലല്ലോ. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെന്താ അത്ര പെട്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ഞാൻ അങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോൾ അത് വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മള് ഇഷ്ടമല്ല പറഞ്ഞ അവർക്ക് വിഷമാവില്ലേ, അതുകൊണ്ട് ഐ ലവ് യു ടു പറയും. ഞാൻ ആ സമയത്ത് അങ്ങനെയായിരുന്നു. അതായത് ഏകദേശം ഒന്ന് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ട് സെറ്റായി എന്നൊക്കെ കണ്ടപ്പോഴാണ് പിന്നെ മാരേജിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോയത്. മാരേജ് പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. ആരുടെ വീട്ടിൽ ആദ്യം? വീട്ടില് അറിഞ്ഞതാണോ, പറഞ്ഞതാണോ, പൊക്കിയതാണോ? എന്റെ വീട്ടിൽ ഞാൻ പറയും, പറയാറുണ്ട്, എന്നോട് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു മാമി. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. ആദ്യം വലിയതൊന്നും ഇല്ലായിരുന്നു, പറ്റില്ല എന്നുള്ളതായിരുന്നു. പ്രേമിച്ച് കല്യാണം കഴിക്കണ്ടോ? അതങ്ങനെ തന്നെയാണല്ലോ, പെട്ടെന്ന് സമ്മതിച്ചില്ലല്ലോ. ചെക്കന്റെ വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പെണ്ണിന്റെ വീട്ടിലേക്കും കുഴപ്പം. അതായത് അവർക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളൊരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കും ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കോ അപ്പൊ നമ്മള് അതങ്ങനെ തന്നെയാണ്. അതിപ്പോ ആരായാലും അങ്ങനെ. ഓക്കെ, അങ്ങനെ ഫൈനലി വീട്ടില് സമ്മതിച്ചു, കല്യാണം അടിപൊളിയായിട്ട് നടന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇപ്പം ചില കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ നെഗറ്റീവ് കമന്റ്സിന്റെ ഇടയിൽ, ഈ ബോഡി ഷേമിങ് കമന്റിന്റെ അടിയിൽ വരുന്ന ചില സാധനങ്ങൾ, അതായത് തലയിൽ തട്ടുവിടാണ്ട് നടക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും, അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് കൂടുതലായിട്ട് വന്നത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്ര റീച്ചിൽ കൊണ്ടുവരുന്ന ചാനലല്ലേ. അപ്പം ഞാൻ ഒരു മാസത്തോളം അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ താഴേക്ക് നന്നായിട്ട് പോവുകയും ചെയ്തിട്ടോ. ഞാൻ 3-4 മാസം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ പിന്നും കയറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്മാനോട്, എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാം, ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് പറയാം, അതുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാത്തതെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ റബ്ബേ അതിൽ ഫുള്ള് എന്താ പറയാ, തട്ടിടാറില്ലല്ലോ, പഠിച്ചോനെ പേടിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ രോഗം വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, ആദ്യം പഠിച്ചോനെ പേടിച്ച് നടക്ക്, അതേപോലെ തട്ടിടാണ്ട് മുടിയൊക്കെ കാണിച്ചിട്ടാണല്ലോ നടക്കുന്നത്,
അങ്ങനെയൊക്കെയുള്ള കമൻസ് ആയിരുന്നു. അതുപോലെ കണ്ടപ്പോൾ പഠിച്ചോനെ ഞാനിന്നിപ്പോൾ ശരിക്കും വിചാരിക്കുക എന്ത് വിവരമില്ലാത്ത മനുഷ്യന്മാരെ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ. പക്ഷെ പോസിറ്റീവായിട്ട് കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതത്ത ഓക്കെ ആവും എന്നുള്ളത്. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ കേൾക്കാം, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഇന്ന ആൾക്കാർ ഇന്ന മതം ഇല്ല, ഒന്നുമില്ല, എല്ലാവർക്കും രോഗം വരും. ഇപ്പൊ തട്ടിട്ടവർക്കാണെങ്കിലും തട്ടിടാത്തവർക്കാണെങ്കിലും രോഗം വരും. അതിപ്പോ എല്ലാ മതക്കാർക്കും രോഗം വരും. അല്ലാണ്ട് ഇതിപ്പോ തട്ടിടാത്തോണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. തട്ടിടാത്തോണ്ട് മാത്രമാണ് ഇങ്ങനെ രോഗം വന്നത്, അതുകൊണ്ടാണ് പഠിച്ചോൻ. അങ്ങനെയല്ല, പഠിച്ചോന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണ് പഠിച്ചോൻ പരീക്ഷണങ്ങൾ നടത്താൻ കൊടുക്കാൻ എൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ കഷ്ടപ്പാടും പരീക്ഷണങ്ങളും. ഇപ്പൊ നമ്മളൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാണ്, ഇങ്ങനെ തട്ടൊട്ട് കഴിഞ്ഞ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്താൽ എന്തെങ്കിലും കാണും? ഇല്ല. അത് നമുക്ക് ഞാൻ ആകെ ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ പറയുന്നത്. ക്രിസ്മസിനാണ് ക്രിസ്മസിന്റെ രീതിയിൽ ഓണത്തിനാണെങ്കിലും ഓണത്തിന്റെ രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പം ഒരു യൂട്യൂബർ അങ്ങനെ അതെ, നമ്മളൊരു യൂട്യൂബറാണ്. നമ്മൾ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലല്ലേ ചെയ്യുക. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ കാണിച്ചു കൊടുത്തിട്ടല്ലേ ചെയ്യുക. അപ്പൊ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തട്ടിടുക നിങ്ങൾ പറയണം. അത് കുറെ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് പ്രപ്പോസൽ ലവ് സ്റ്റോറി പറഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പ്രപ്പോസ് ചെയ്തത്. തിരിച്ചപ്പോ ഐ ലവ് യു 2 മാത്രല്ലേ പറഞ്ഞോളൂ. പിന്നീട് 5 ഇപ്പൊ 6.5 വർഷമായി ഒന്നിച്ച്. ടോട്ടൽ 7 വർഷത്തിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? 7 വർഷത്തിന്റെ ഡെയിലി പ്രപ്പോസ് എന്തെങ്കിലും ചെറിയ അങ്ങനെ എന്തെങ്കിലും പിണക്കോ കാര്യങ്ങളൊക്കെ വന്നാല് അങ്ങനെ അറിയാലോ, ആ ടൈമിലൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ ഞാൻ നമ്മൾ ആ പ്രപ്പോസിങ് കഴിഞ്ഞിട്ട് വലിയ സംഭവം നമ്മളിപ്പോഴും ഐ ലവ് യു ചാൻസ് തരാണ് ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ. ഉസ്മാൻ ഖാ മുംതാസിനെ പ്രപ്പോസ് ചെയ്യും. മുംതാസാണ് ഓൾറെഡി ഉസ്മാൻ ഖാനെ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഒരു ഐ ലവ് യു 2 ഒതുക്കി ആ കുട്ടിയുടെ സ്നേഹത്തിന് ഐ ലവ് യു 2 ഒതുക്കിയതുകൊണ്ട് നമ്മളുടെ നല്ല ഡയലോഗൊക്കെ പറഞ്ഞ പ്രപ്പോസ് ആണ്. പിന്നെ ഞാന് കൊറേ ദിവസം ഇങ്ങനെ പറയണ വെച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ട മുതലേ എനിക്ക് ചെറിയൊരു ക്രഷ് അടിച്ചിരുന്നു. പക്ഷെ എങ്ങനെ എന്നോട് പറയുമെന്നുള്ളത് അറിയില്ലേനു. അപ്പോൾ എങ്ങനെ വിചാരിക്കും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കട്ടാവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇത്രയും നീട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു. കയ്യിൽ പിടിച്ചെടുക്ക പറ്റൂ. ഇതല്ലേ 6 വർഷം മുന്നേ സംഭവിച്ചത്. സൂപ്പറാണ്. ഞങ്ങൾ ഇതിൽ റൊമാൻറ്റിക് പാട്ടൊക്കെ വെച്ച് സ്ലോ മോഷൻ ആക്കിക്കോളാം. ഓക്കെ, നമ്മളിപ്പം കുട്ടിക്കാലത്ത് നമ്മളിപ്പം എന്താ പറയാ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പ്രായം വരെ നമുക്ക് ഉമ്മമാരുടെ ആ ഒരു കെയറും പ്രസൻസും നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോഴേക്കും ആ സമയത്ത് ഉമ്മ അബ്രോഡിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഒരു പ്രസൻസ് ഇല്ലാതെ വളർന്ന ആ ഒരു കുട്ടിക്കല്ലാതെ എനിക്കറിയാം. എൻ്റെ ഉമ്മയെ കുറേ നാൾ പുറത്ത് വർക്ക് ചെയ്ത് ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു മിസ്സിങ്ങും നമുക്ക് അല്ലേ, ഉമ്മയില്ലാത്തൊരു വീടെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ എങ്ങനെയാ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്തു? അതെങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തതൊക്കെ? അതിപ്പോൾ പറയുകയാണെങ്കിൽ ഉമ്മ പ്രവാസി ആയത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ഓക്കെ. അപ്പോൾ എൻ്റെ താത്ത എൻ്റെ ഉമ്മേൻ്റെ സ്ഥാനം ഏറ്റെടുക്കുക ചെയ്തത്. എൻ്റെ താത്ത എല്ലാ പണിയാണെങ്കിലും കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. നമ്മളെ വീടിൻ്റെ കാര്യത്തിനാണെങ്കിലും അങ്ങനെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഉമ്മ പ്രവാസിയായത്. അപ്പോൾ ഉപ്പയുണ്ട്, ഉപ്പ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ ഉപ്പാക്ക് ഒരു ജോബ് സെറ്റ് ആയില്ല. അതുകൊണ്ട് ഉമ്മാക്ക് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആൾ സെറ്റാക്കിയപ്പോൾ ഉമ്മ അങ്ങനെ പോയതാണ്. ഇപ്പോഴും ഉണ്ട്, ഉമ്മ പ്രവാസി തന്നെയാണ്. അപ്പോൾ 5ാം ക്ലാസ് മുതലാണ് ഉമ്മ പോകാൻ തുടങ്ങിയത്. അപ്പോഴൊന്നും നമുക്കൊന്നും ഉമ്മാന്ന് വിളിച്ച് നടക്കുന്ന സമയമല്ലേ. അപ്പോൾ ഉമ്മ പോയി. അപ്പൊ ഇത്ത 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്ന് തൊട്ട് എൻ്റെ ഇത്താത്ത എൻ്റെ ഇക്കാക്കൻ്റെയും എൻ്റെ ഉപ്പൻ്റെയും കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ഇത്താത്ത. അതും പഠിത്തവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. ആ സമയത്തൊന്നും എനിക്കൊന്നും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഉമ്മാൻ്റെ സ്ഥാനത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇത്താത്തായിരുന്നു. ഞങ്ങളെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് രണ്ടാക്കും
ഷെയർ ചെയ്യാൻ ആളില്ല എന്നല്ല ഉണ്ട്. അത് പിന്നെ ഉപ്പാനോട് പറഞ്ഞാലും എല്ലാം ഓക്കെ ആണ്. പക്ഷേങ്കിൽ എന്നാലും നമ്മളെ ഉമ്മ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വേറൊരു തന്നെയല്ലേ. ഇപ്പോൾ ഞാൻ 10th ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഒരു 2 മാസം വന്നു പോകുന്ന ഒരാളാണ് എൻ്റെ ഉമ്മ. അതൊക്കെ ഇപ്പോൾ കുറേ പേര് ചോദിക്കും, എന്തിനാ നിനക്ക് നാണില്ലേ ഉമ്മാനെ ഇങ്ങനെ പ്രവാസിയാക്കി വിടാം. അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കമൻ്റ് ഒക്കെ. അങ്ങനെയല്ല, നമ്മളെ കാര്യങ്ങൾ നമുക്കെല്ലാം അറിയുള്ളൂ. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഞാനൊരു 8ാം ക്ലാസ്സൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കാനും തന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും തന്നെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായത് കേട്ടോ. എല്ലാ പണിയും അലക്കുകയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാ പണിയും ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു. എൻ്റെ തത എനിക്ക് ഭയങ്കര അഭിമാനമാണ് എൻ്റെ തത. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഉമ്മ ഇല്ല, ഓക്കെ ഉമ്മ വരുമല്ലോ. പക്ഷേ ഉമ്മ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവില്ലേ, അപ്പോൾ അവരെ വിഷമം നമ്മൾ ആലോചിക്കണ്ടേ. ഇതാവുമ്പോൾ 2 മാസം 3 മാസം നിൽക്കാനെങ്കിലും ഉമ്മ വരും. ഇപ്പം ഹസ്ബൻഡിനും കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ എന്താ വൈഫിനെ വിറ്റ് എന്താ അങ്ങനെ വീഡിയോസ് ഇടാൻ വിട്ടിട്ട് ആ കാശിനെ ജീവിക്കുന്നു. അതൊക്കെ എങ്ങനെ നോക്കുന്നത്? എന്റെ ഫ്രണ്ട്സ് തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഓരും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അവിടുന്ന് മുന്നേ പറയും എല്ലാവരും ഒരു കളിയാക്കിക്കൊണ്ട്. പിന്നെ ഞാനത് ആദ്യം മൈൻഡ് ചെയ്യണം. ഞാൻ ഇവളോട് പറയുന്ന മാതിരി തന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ആ രീതിയാണ്. അപ്പം ഓരോട് പറയുമ്പോൾ ഞാൻ പറയും, എനിക്ക് ചെയ്യാൻ പറ്റണം നീ ചെയ്യും, നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല, ഈ ഡിഗ്രേഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല പറയും. കാരണം ഞങ്ങൾക്ക് അതിൽ നിന്നൊരു റവന്യൂ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിനോണ്ട് ഞങ്ങൾക്ക് ചെയ്യണം നിർബന്ധമാണ് എന്ന് പറയും. കമന്റ് മാത്രമല്ല, ഡയറക്റ്റ് നമ്മളോട് പറയണം. അതായത് ഫ്രണ്ട്സ് അല്ലേ, ഓപ്പൺ അപ്പ് ആയിട്ട് പറയും, എന്ത് ചളിയാടാ, എന്താടാ അത്, നമുക്ക് വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെ. അപ്പം ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും. ഇപ്പം സ്കൂൾ കാലഘട്ടത്തിൽ, അതായത് കുഞ്ഞ് ക്ലാസ്സുകളിൽ ഇതേപോലെ കുറെ ക്രിറ്റിസിസം ഏറ്റെടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എങ്ങനെ ഇപ്പം കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് വിഷമിക്കുക, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? അതുണ്ട്. ആർക്കും എന്നോടൊരു ഇഷ്ടമല്ല എന്നുള്ളൊരു ഫീലായി. ഓക്കെ, ഇതിൻ്റെ ഇങ്ങനെ ആയിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെയല്ല, അപ്പോൾ ഒരു വെറുപ്പോ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഒരു തോന്നൽ വന്നു, ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടൽ വന്നു തുടങ്ങി. അപ്പോൾ എന്താ പറയുക, സ്കൂളിലൊക്കെ പോയ സമയത്ത് കുട്ടികൾ അധികം അടുത്ത് വരില്ല കേട്ടോ. അടുത്ത് വരില്ല മീൻസ് നമ്മളോട്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫ്രണ്ട്സായിട്ട് സ്കൂൾ കാലത്ത് എന്താ പറയുക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ എനിക്ക് ആരുമില്ല. ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ്, ഇവരൊക്കെ ഫ്രണ്ട്സ്, പക്ഷെ അവർക്ക് ഞാൻ ഫ്രണ്ട്സാണെന്ന് എനിക്കറിയില്ലോ. അങ്ങനെയുള്ളൊരിതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചുണ്ടായിരിക്കും പ്രശ്നം, അവരെ പോലെ അല്ലല്ലോ, കുറച്ച് മാറ്റം ഉണ്ടല്ലോ, അതുകൊണ്ടാവും. അല്ലാണ്ട് ഇപ്പം എന്നെ മാറ്റി നിർത്താൻ മാത്രം വലിയ കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ എന്താ പറയുക, അധികം മിണ്ടില്ല, അവരെ കൂട്ടത്തില്ല. സ്റ്റിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി ഇടുന്നതും ആവശ്യമില്ലാണ്ട് ചൊറിയാനും പുച്ഛിക്കാനും ഒക്കെ നിൽക്കുന്ന കുറെ കമന്റ്സ് തൊഴിലാളികളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവർ കമന്റ് അടിക്കട്ടെ, അവരെ കമന്റ് നമുക്കൊരു പ്രചോദനമാണ്. കാരണം അവർ നിർത്തണം എന്ന് പറയും, പക്ഷെ നമ്മൾ നിർത്തൂല, നമ്മളതിന് മേലേക്ക് പോകും. അതാണ് ഞാൻ ഇവളോടും പറയാറ്. വളരെയേറെ നന്ദിയുണ്ട്. അപ്പോൾ യു ആർ വെരി ബ്യൂട്ടിഫുൾ, നല്ല കണ്ണാണ്, നല്ല കുട്ടിയാണ്. അപ്പോൾ ചേട്ടനും മഞ്ജുരാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഒന്നും വക വെക്കരുത്, ഇനി മുന്നോട്ട് പോകണം, ഒരുപാട് മൈൽ സ്റ്റോൺ കീഴടക്കാനുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.